അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ത്യയിൽ പല സ്ഥലത്തും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പത്രത്തിൽ, ഇല്ലേ? നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജമിനിയോട് ചോദിക്കാം. ശ്രീരാമൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ത്യൻ്റെ അകത്ത് ഒരുപാട് ആളുകളെ ജയ് ശ്രീരാം വിളിച്ച് തല്ലുകയും കൊല്ലാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ സത്യം? ശ്രീരാമൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭക്തരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറയണേ, കേട്ടോളൂ. എന്താ പറയുക? ശ്രീരാമന്റെ ജീവിതത്തെയും സന്ദേശത്തെയും കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാമായണത്തിലോ ഹൈന്ദവ ധർമ്മത്തിലോ ഒരിടത്തും മറ്റൊരാളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ശ്രീരാമൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ ശ്രീരാമൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇതിന് തികച്ചും വിപരീതമാണ്. ശ്രീരാമന്റെ സന്ദേശത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ താഴെ നൽകുന്നു. 1. മര്യാദ പുരുഷോത്തമൻ. ശ്രീരാമൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ലേ, അല്ലേ? മര്യാദ പുരുഷോത്തമൻ എന്നുള്ളത് തന്നെ മര്യാദ പുരുഷോത്തമൻ എന്നാണ്. ധർമ്മം, നീതി, ക്ഷമ, സ്നേഹം എന്നിവയുടെ പൂർണ്ണ രൂപമായാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ശത്രുവിനോട് പോലും കരുണ കാണിക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ. 2. ശത്രുവിനോടുള്ള സമീപനം. യുദ്ധക്കളത്തിൽ ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന രാവണനോട് പോലും ഇന്ന് പോയി വിശ്രമിച്ച് നാളെ വരിക. ഇതല്ലേ മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുള്ളത്? എല്ലാ ദൈവങ്ങളും തന്നെയാണ് പറയുന്നത്, കേൾക്കൂ. ഇന്ന് പോയി നാളെ വരിക എന്ന് പറഞ്ഞ ഉദാരമനസ്കതയാണ് ശ്രീരാമന്റേത്. തോറ്റ ശത്രുവിനെ ചതിയിലൂടെ കൊല്ലാനോ അധിക്ഷേപിക്കാനോ അദ്ദേഹം തുനിഞ്ഞില്ല. 3. എല്ലാവരെയും തുല്യമായി കാണുക. രാമായണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇതന്നല്ലേ ഇസ്ലാമിനും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രീരാമൻ എന്താ പറയുന്നത് അത് ഇസ്ലാമിനും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ എന്താ പറയുന്നത് ശ്രീരാമനും പറയുന്നുണ്ട്. ചോദിച്ചാൽ ശ്രീരാമൻ താഴ്ന്ന ജാതിക്കാരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കാണിച്ച സ്നേഹം കാണാം. ഗുഹൻ. വേട്ടക്കാരനായ ഗുഹനെ തന്റെ സഹോദരനായാണ് രാമൻ സ്വീകരിച്ചത്. ശബരി എന്ന വൃദ്ധ നൽകിയ എച്ചിൽ പഴങ്ങൾ പോലും സ്നേഹത്തോടെ കഴിച്ച രാമൻ ഭക്തിയിൽ ജാതിയോ പദവിയോ ഇല്ലെന്ന് കാണിച്ചു തന്നു. 4. രാമരാജ്യം എന്ന സങ്കല്പം. ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം എന്നത് എല്ലാവരും സമാധാനത്തോടെയും ഭയരഹിതരായും കഴിയുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അവിടെ അക്രമത്തിനോ അസഹിഷ്ണുതയ്ക്കോ സ്ഥാനമില്ല. 5. അക്രമവും ഭക്തിയും. രാമനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും ആത്മീയമായ ഉന്നതിക്കും വേണ്ടിയാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരണം, അത് ഏത് മതത്തിനായാലും. ഈ നാമം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഭക്തിയല്ല, മറിച്ച് രാഷ്ട്രീയമായോ വ്യക്തിപരമായോ ഉള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നത്. സമാധാനവും സ്നേഹവും പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിലും അക്രമത്തിന് സ്ഥാനമില്ല. ചുരുക്കത്തിൽ ശ്രീരാമൻ തന്റെ ഭക്തരോട് മറ്റൊരാളെ തല്ലാനോ കൊല്ലാനോ പറഞ്ഞിട്ടില്ല. ലോകസമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നതാണ് ഭാരതീയ ദർശനത്തിന്റെ കാതൽ. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ശ്രീരാമന്റെ ആദർശങ്ങളെയല്ല പിന്തുടരുന്നത്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണം. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും വ്യക്തത വേണ്ട. കാരണം അല്പം ബുദ്ധിയും മനസാക്ഷിയും ചിന്തയും ഉള്ളവര് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. കാരണം പ്രത്യേകിച്ച് ഈ ദൈവത്തിൻ്റെ പേരിൽ ഏത് ദൈവവും ഈ ലോകത്ത് പറഞ്ഞിട്ടുള്ളത് സമാധാനത്തോടു കൂടി ജീവിക്കൂ, എന്നെ സ്നേഹിക്കൂ, എന്നെ ആരാധിക്കൂ എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അതിൻ്റെ പേരിൽ മൊത്തം കൊല്ലും, കൊള്ളയടിക്കും, കൊലപാതകവും മറ്റുള്ളവരെ ദ്രോഹിക്കലൊക്കെയല്ലേ ചെയ്തിട്ട് വരുന്നത്. സത്യം ഇതല്ല. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജായിട്ട് വരാനൊക്കെ ശ്രമിക്കും. എന്നാലും പൊങ്കാലയുണ്ട പ്രിയ സുഹൃത്തുക്കളെ. ഇനി നിങ്ങൾ കമൻറ്റിൽ പറയുക എന്താണ് ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇവിടുത്തെ ഹൈന്ദവരായ ആളുകൾ കമൻറ്റിൽ പറയുക.